Hi, I am Riyas Majid. Welcome to Competitive Cracker. അപ്പോൾ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ട് 2 സീരീസ് ആണിത്. നമ്മൾ ഓൾറെഡി പാർട്ട് 1 ഒരു 10 സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടായിരുന്നു. ആ 10 സ്റ്റേറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിനേഷനിൽ എവിടെയാണ് കൃത്യമായി തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് 2. അപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഡിസോൾവ് ദ ലോക്സഭ അറ്റ് ഹിസ് ഡിസ്ക്രിഷൻ വിത്തൗട്ട് ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇന്ത്യൻ പ്രസിഡന്റിന് ലോക്സഭയെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പിരിച്ചുവിടുവാൻ കഴിയും. അതിന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഡിസോൾവ് ദ ലോക്സഭ അറ്റ് ഹിസ് ഡിസ്ക്രിഷൻ. പ്രസിഡന്റിന് തൻ്റെ ഇഷ്ടപ്രകാരം ലോക്സഭയെ പിരിച്ചുവിടുവാൻ കഴിയില്ല. അതിന് ആരുടെ അഡ്വൈസ് വേണം? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് വേണം. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം നമ്മുടെ രാജ്യത്ത് റിയൽ പവർ വെസ്റ്റഡ് ഇൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്ററിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിന് എന്ത് ഡിസോൾവ് ചെയ്യാൻ കഴിയുകയുള്ളൂ? ലോക്സഭ ഡിസോൾവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റിന് തൻ്റെ ഇഷ്ടപ്രകാരം ലോക്സഭയെ ഡിസോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അബ്സല്യൂട്ട് ആൻഡ് കനോട്ട് ബി റെസ്ട്രിക്റ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് ആണ്. ഒരു സാഹചര്യത്തിലും ഫണ്ടമെന്റൽ റൈറ്റിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുവാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അബ്സല്യൂട്ട് ആൻഡ് കനോട്ട് ബി റെസ്ട്രിക്റ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അബ്സല്യൂട്ട് ആണോ? അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതിരിക്കുന്ന സാധനമാണ് അബ്സല്യൂട്ട് ആവുന്നത്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അബ്സല്യൂട്ട് അല്ല, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ക്വാളിഫൈഡ് ആണെന്ന് വെച്ചാൽ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊടുക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ക്വാളിഫൈഡ് ആയി മാറുന്നത്. ആൻഡ് കനോട്ട് ബി റെസ്ട്രിക്റ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ് ഇൻക്ലൂഡിങ് എമർജൻസി. എമർജൻസി സാഹചര്യത്തിലും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നമുക്കറിയാം, നമുക്ക് 3 തരത്തിലുള്ള എമർജൻസി ഉണ്ട്: നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി, ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ ഈ എമർജൻസി ടൈമിൽ ആർട്ടിക്കിൾ 20 ആൻഡ് 21 ഒഴിച്ച്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഒഴിച്ച് ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്, ഇറ്റ് ഈസ് ക്വാളിഫൈഡ്, റീസണബിൾ റെസ്ട്രിക്ഷന് വിധേയമാണ്. ആൻഡ് കനോട്ട് ബി റെസ്ട്രിക്റ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ് ഇൻക്ലൂഡിങ് എമർജൻസി. സ്റ്റേറ്റ്മെന്റ് തെറ്റ്. സമീപിക്കുവാനും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പോലെ തന്നെ കോടതി അതിനെ എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, ഇത് തെറ്റാണ്. കാരണം DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മേക്ക് ചെയ്യുന്നതിന് സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന ഡയറക്റ്റീവ്സ്, നിർദ്ദേശക തത്വങ്ങൾ, ആ DPSP എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ അല്ല. ആ DPSPയിലെ ഏതെങ്കിലും ഒരു DPSP വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് കോടതിയെ സമീപിക്കുവാൻ പറ്റില്ല. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അപ്പോൾ അതിനെ എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി കോടതി റിറ്റ്സ് പുറപ്പെടുവിക്കും. നമ്മൾ കഴിഞ്ഞ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് സീരീസിൽ ഈ റിറ്റിനെ കുറിച്ചും ആ റിറ്റ്
പഠിക്കുവാനുള്ള അക്രോണിമായിട്ടുള്ള CPM-HQ ഒക്കെ കണ്ടിരുന്നു. അപ്പം നമ്മുടെ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ അല്ല. അപ്പോൾ അത് കോടതിയിൽ എൻഫോഴ്സിബിളുമല്ല, തെറ്റാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. The governor of a state is elected directly by the people of that state. ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഒരു സംസ്ഥാനത്തെ ഗവർണർ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ സംസ്ഥാനത്തെ ജനങ്ങൾ നടത്തുന്ന വോട്ടെടുപ്പിലൂടെയാണ്, അല്ലെങ്കിൽ ജനങ്ങളാണ് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് പറയുന്നത്. തെറ്റാണ്. ഗവർണർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു, ഗവർണർ ഈസ് ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ശരിയോ തെറ്റോ? തെറ്റാണ്. ഗവർണർ എന്ന് പറയുന്നത് ഹീസ് ആൻ ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഗവർണർ എന്ന് പറയുന്നത് ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റ് ആണ് ഗവർണർ. അപ്പൊ ഈ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം ആരാണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതൊരു ഇലക്റ്റഡ് പോസ്റ്റ് അല്ല. നമ്മൾ പഠിക്കുമല്ലോ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇത് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ആണ്. ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്. ഗവർണൻസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഓർഗൻസ് ആണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ ലെജിസ്ലേച്ചർ ചെയ്യുന്നത് നിയമനിർമ്മാണമാണ്. നമ്മുടെ നാഷണൽ ലെജിസ്ലേച്ചർ ആണ് പാർലമെന്റ്. നാഷണൽ ലെജിസ്ലേച്ചർ ഏതാണ്? പാർലമെന്റ്. ഓക്കെ. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്. അതുപോലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മൾ പാർലമെന്റ് നിർമ്മിച്ച നിയമം കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ജുഡീഷ്യറിയാണ്. ഇതിലെ രണ്ടാമത്തെ ഓർഗനായിട്ടുള്ള എക്സിക്യൂട്ടീവിനെ നമ്മൾ വീണ്ടും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ്, പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് തരംതിരിക്കും. ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബ്രോഡ് പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളാണ്. ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിൽ പെടുന്നതാണ് മിനിസ്റ്റേഴ്സ്. പെർമനന്റ് എക്സിക്യൂട്ടീവ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നവരാണ്. ഇതിൽ ഗവർണർ എന്ന് പറയുന്നത് നോമിനൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളാണ്. പെർമനന്റ് എക്സിക്യൂട്ടീവ് IAS, IPS അല്ലെങ്കിൽ ഇന്ത്യൻ ബ്യൂറോക്രസി എന്ന് പറയുന്നത് പെർമനന്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അവർക്ക് ഒരു സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഉണ്ട്. നിശ്ചിത കാലാവധി വരെ ജോലി എടുക്കുവാനുള്ള അവകാശമുണ്ട്. ആ സെക്യൂരിറ്റി ഓഫ് ടെന്യൂറിന് ശേഷം മാത്രമേ അവർക്ക് പിരിഞ്ഞു പോവേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഈ IAS, IPSകാരൊക്കെ എന്തിൻ്റെ ഭാഗമായി വരുന്നതാണ്? പെർമനന്റ് എക്സിക്യൂട്ടീവ്. നമ്മുടെ കേരള സർക്കാരിൽ അങ്ങനെ പെർമനന്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന പരീക്ഷയാണ് KS എക്സാമിനേഷൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ. അപ്പോൾ അങ്ങനെ പെർമനന്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് KS എക്സാമിലൂടെ നിങ്ങൾക്ക് കഴിയുന്നു. അപ്പോൾ KSന് സൂപ്പർ 60 എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 60 days 120 hour ലൈവ് ക്ലാസ്സസ് അതിലുണ്ടാവും. സിലബസ് ബേസ്ഡ് സെഷൻസ് ആണ്. 60 day ക്രാഷ് പ്രോഗ്രാം ആണ്. മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. അപ്പം അത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾക്കപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ രാജ്യസഭ ഹാസ് മോർ പവേഴ്സ് ദാൻ ദി ലോക്സഭ ഇൻ കേസ് ഓഫ് മണി ബിൽ. മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് ലോക്സഭയേക്കാൾ പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നമ്മൾ ഇങ്ങനെ എടുക്കുക, നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ 2 ഹൗസസ് ഉണ്ടാകും. ഒന്നെന്ന് പറയുന്നത് ലോക്സഭയാണ്, രണ്ടെന്ന് പറയുന്നത് രാജ്യസഭയാണ്. ഈ ലോക്സഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ ആണ്, ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ലോക്സഭ. രാജ്യസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇങ്ങനെ 2 ഹൗസുകൾ ഉള്ളതിന് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്.
ഈ മണി ബില്ലിൽ രാജ്യസഭയ്ക്കാണ് മോർ പവർ എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണ്. കാരണം മണി ബില്ലിൽ രാജ്യസഭയ്ക്ക് പവർ ഇല്ല. അതിൻ്റെ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാജ്യസഭയിലെ ഒരു MPയെ തിരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾക്ക് റോൾ ഒന്നുമില്ല. ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ് രാജ്യസഭ MP. പക്ഷേ ലോക്സഭയിൽ ഒരു MPയെ തിരഞ്ഞെടുക്കുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരനും വോട്ടവകാശം. അല്ല, നമ്മുടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യുവാൻ അവകാശമുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ലോക്സഭ MP മാര്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മണി ബില്ലിൽ രാജ്യസഭയ്ക്ക് ലോക്സഭയേക്കാൾ പവർ ഉണ്ടെന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മണി ബില്ലിൽ ആർക്കാണ് പവർ? ലോക്സഭയ്ക്കാണ് പവർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A constitutional amendment bill requires the prior approval of the president before being introduced in either house of parliament. ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന NCERT. അതിൻ്റെ അകത്തൊരു ചാപ്റ്റർ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിങ് ഡോക്യുമെന്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു നിയമസംഹിതയാണ്. അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ, ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. അത്തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതിക്ക് സബ്മിറ്റ് ചെയ്യുന്ന, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലിന് പ്രസിഡന്റിന്റെ പ്രയർ അപ്രൂവൽ വേണമെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ ബില്ലിന് പ്രസിഡന്റിന്റെ പ്രയർ അപ്രൂവലിന്റെ ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ്. അത് ശരിയാണ്. മണി ബില്ലിന്റെ കാര്യത്തിലൊക്കെ ലോക്സഭയ്ക്ക് ഒരുപാട് റോൾ ഉണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയും. അപ്പോൾ ലോക്സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല്. ഇങ്ങനെ ഭരണഘടനാ ഭേദഗതി ബില്ല് ഒരു മിനിസ്റ്റർ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ, മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഗവൺമെന്റ് ബില്ലെന്ന് പറയും. മന്ത്രിയായിരിക്കുന്ന വ്യക്തി കൊണ്ടുവരുന്നതിനെ ഗവൺമെന്റ് ബില്ലെന്ന് പറയും. മന്ത്രിയല്ലാത്ത MP ആയിരിക്കുന്ന ഒരു വ്യക്തി കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പ്രൈവറ്റ് മെമ്പർ ബിൽ എന്നും പറയും. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? പ്രൈവറ്റ് മെമ്പർ ബിൽ. ഓക്കെ, അപ്പോൾ മന്ത്രിയല്ലാത്ത MP കൊണ്ടുവരുന്ന ബിൽ എന്താണ്? പ്രൈവറ്റ് മെമ്പർ ബിൽ. മന്ത്രിയായിരിക്കുന്ന വ്യക്തി കൊണ്ടുവരുന്ന ബില്ലാണ് ഗവൺമെന്റ് ബിൽ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ കൊണ്ടുവരാൻ കഴിയും. അതിന് പ്രസിഡന്റിന്റെ പ്രയർ അപ്രൂവലിന്റെ ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ സുപ്രീം കോർട്ട് ഈസ് ബൗണ്ട് ടു ഗീവ് അഡ്വൈസ് ടു ദി പ്രസിഡന്റ് whenever requested under Article 143. അഡ്വൈസറി ജുറസ്ഡിക്ഷൻ. നിയമപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രസിഡന്റിന് സംശയം തോന്നുകയാണെങ്കിൽ കോടതിയോട് നിയമോപദേശം ആവശ്യപ്പെടുവാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. അങ്ങനെ പ്രസിഡന്റ് തൻ്റെ അധികാരം ഉപയോഗിച്ച് നിയമോപദേശം ആവശ്യപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ആവശ്യപ്പെടുന്ന പക്ഷം അഡ്വൈസറി ജുറിസ്ഡിക്ഷന്റെ പരിധിയിൽ കോടതി തീർച്ചയായിട്ടും അഡ്വൈസ് കൊടുക്കണം എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത് തെറ്റാണ്. സുപ്രീം കോടതിയുടെ മേൽ അഡ്വൈസറി ജുറിസ്ഡിക്ഷന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ബൈൻഡിങ് ഇല്ല. കോടതിക്ക് വേണമെങ്കിൽ പ്രസിഡന്റിന്റെ ആ കാര്യം റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യാം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സുപ്രീം കോർട്ട് ഈസ് നോട്ട് bound to give advice to president whenever requested under Article 143. 143യുടെ പരിധിയിൽ പ്രസിഡന്റ് അഡ്വൈസ് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കേണ്ട ആവശ്യമൊന്നും കോടതിക്ക് ഇല്ല. Next statement, the parliament can amend any part of the constitution including basic structure by simple majority. പാർലമെന്റിന് ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാൻ കഴിയും, ഇൻക്ലൂഡിംഗ് ബേസിക് സ്ട്രക്ചർ. തെറ്റല്ലേ? എങ്ങനെയാണ് പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി വരുത്തുവാൻ കഴിയും?
പക്ഷേ നമ്മൾ കണ്ടു കേശവാനന്ദ ഭാരതി കേസില് ജഡ്ജ്മെന്റില് ഒറിജിൻ ഓഫ് എന്താണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കോടതി പറഞ്ഞു Parliament can make amendment to the constitution without violating the basic structure of the constitution. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുള്ള ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുന്ന രീതിയിൽ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുവാൻ പാർലമെന്റിന് അധികാരമില്ല. If it violates the basic structure of the constitution, court can declare that law as void. അപ്പോൾ അങ്ങനെ ഒരു പാർലമെന്റ് അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണെങ്കിൽ ആ നിയമത്തെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുവാൻ കോടതിക്ക് കഴിയും. അങ്ങനെ ആ നിയമം അസാധുവായി മാറും. അപ്പോൾ പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ബേസിക് സ്ട്രക്ചർ ബൈ സിമ്പിൾ മജോറിറ്റി. തെറ്റ്. അങ്ങനെ അമെൻമെന്റ് വരുത്തുവാനുള്ള അധികാരം പാർലമെന്റിനില്ല. പിന്നീട് ഒരു കാര്യം കൂടി ഓർക്കുക, പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരുത്തുന്നത് സ്പെഷ്യൽ മജോറിറ്റി കേസിലാണ്. ഏത് നമ്മൾ പഠിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആർട്ടിക്കിൾ 368 പ്രകാരം. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്ന പോർഷനിൽ പഠിച്ചിട്ടുണ്ട് 3 തരത്തിൽ ഭരണഘടനാ ഭേദഗതി വരുത്താം. പക്ഷെ അതിനകത്ത് 2 പ്രൊവിഷൻ മാത്രമേ ഏതിന്റെ കീഴിൽ വരുന്നുള്ളൂ? ആർട്ടിക്കിൾ 368ന്റെ കീഴിൽ വരുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രൊവിഷൻ്റെ അകത്ത് ഒന്ന് സ്പെഷ്യൽ മജോറിറ്റിയും 2 സ്പെഷ്യൽ മജോറിറ്റി പ്ലസ് സിമ്പിൾ മജോറിറ്റിയിൽ മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷനും വേണം. ആ 2 പോയിന്റ് ഓർത്തിരിക്കുക. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് തെറ്റുന്നത്? കൂട്ടുത്തരവാദിത്തം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ രാജ്യത്ത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ഏതു പാർട്ടിയുടെ MP-മാരാണോ അല്ലെങ്കിൽ ഏതു പാർട്ടിക്കാണോ സപ്പോർട്ട് കൂടുതൽ ആ പാർട്ടിയാണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ലോക്സഭയിൽ കൂടുതൽ നമ്പേഴ്സ് ഉള്ള MP അവർ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഗവൺമെന്റ് ഫോം ചെയ്യുവാൻ പ്രസിഡന്റ് വിളിക്കുന്നു. ആ MP-മാരുടെ കൂട്ടത്തിൽ അവരുടെ പാർട്ടിയിൽ അവർക്ക് സ്വീകാര്യനായുള്ള വ്യക്തിയെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. തൻ്റെ മിനിസ്ട്രിയിൽ ആരൊക്കെ വേണമെന്ന് പ്രൈം മിനിസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം അവരെയും അപ്പോയിന്റ് ചെയ്യുന്നു? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവുന്നു. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ് ആക്ച്വൽ ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു കൂട്ടുത്തരവാദിത്തമാണ് ഉള്ളത്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. പക്ഷെ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത് തെറ്റാണ്. ദേ ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. അവർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ എന്തിനാണ്? ലോക്സഭയോടാണ്. കാരണം ലോക്സഭയിൽ അവരുടെ പാർട്ടിക്കുള്ള മജോറിറ്റിയാണ് മന്ത്രിസഭ രൂപീകരിക്കുവാൻ അവരെ സഹായിച്ചിരിക്കുന്നത്. ആ മജോറിറ്റി എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോൾ മന്ത്രിസഭ താഴെ പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ട് അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ. ഇത്തരത്തിലുള്ള നോ കോൺഫിഡൻസ് മോഷൻ പാസ് ആവുകയാണെങ്കിൽ എന്ത് താഴെ പോവും? മന്ത്രിസഭ താഴെ പോവും. ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റുന്നു? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. അങ്ങനെ വന്നിരുന്നെങ്കിൽ അത് ശരിയായേനെ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് വന്നതുകൊണ്ട് അത് തെറ്റി. അപ്പം നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്നത്തെ സീരീസിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. The 9th schedule was added to the constitution to protect laws from judicial review permanently. നമ്മൾ KS ക്ലാസ്സിൽ ജുഡീഷ്യറി ഇൻ ഇന്ത്യ എന്ന മൊഡ്യൂളിൽ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഡീഷ്യറി ചെക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് എ ലോ പാസ്ഡ് ബൈ പാർലമെന്റ്. ജുഡീഷ്യറി പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധുതയെ ചെക്ക് ചെയ്യുന്നതിനാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. 9th ഷെഡ്യൂളിൽപ്പെട്ട കാര്യങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് പുറത്താണ് എന്ന് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചു. പക്ഷെ അതൊരു ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷൻ ഒന്നുമല്ല.
അതായത് അതിൻ്റെ പുറത്ത് അതിൻ്റെ അകത്ത് കയറ്റിയിരിക്കുന്ന എല്ലാ കാര്യവും ജുഡീഷ്യറി ഒരിക്കലും നോക്കാൻ കഴിയാത്ത രീതിയിലൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 9th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊട്ടക്ട് ലോസ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ പെർമനൻ്റ്ലി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം പിന്നീട് പല കോർട്ട് ഓർഡേഴ്സിലൂടെ ജുഡീഷ്യറി പറഞ്ഞിട്ടുണ്ട് ഒരു നിശ്ചിത വർഷത്തിന് ശേഷം വന്നിരിക്കുന്ന ആ 9th ഷെഡ്യൂളിൽ പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ബേസിക് സ്ട്രക്ചറിനെയോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽ വരുമെന്ന്. അപ്പോൾ നമ്മളിന്ന് 10 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കൺഫ്യൂഷനൊക്കെ നമ്മൾ നീക്കിയിരിക്കുന്നു. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിലൊക്കെ കുറിച്ച് വെക്കുക. എന്താണ്, എവിടെയാണ് തെറ്റിപ്പോകുന്നത്, എങ്ങനെ ആലോചിക്കുമ്പോഴാണ് സ്റ്റേറ്റ്മെൻറ്റ് മിസ്സാവുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.